ദിവമോൾ ഇതാ ചായ കുടിക്കുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്നാണ് ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ക്ലാസ്സിലെത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഓൺ ആക്കിയത് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലെത്തിയപ്പോൾ കുറച്ച് നേരം നമുക്ക് ക്ലാസ് എടുത്തു സാറ്. പിന്നെ നമുക്ക് പ്രൊജക്റ്റിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഗ്രൂപ്പായിട്ട് ഇരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഞങ്ങളെ ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കുറച്ച് രണ്ടാൾക്കാർ ലാബിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും കൂടി വരട്ടേന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിന്ന് ബെഡാണ് ഡിസൈൻ ചെയ്യുന്നത്, അതായത് കിഡ്സ് ബെഡാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഇത് മാത്രം ഞാൻ വരച്ച് വെച്ചിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഇതാണ് ഡിസൈനൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ വർക്ക് ഇവിടെ പ്രൊജക്റ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിതാ ഇത്രയും ആക്കിയിട്ടുണ്ട്. ഇൻ്റർലോക്ക് ഇടുകയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യം ഇൻ്റർലോക്ക് ഇട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പുല്ല് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ, അത് നമ്മളെന്താക്കി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. പക്ഷേ അത് കാണാൻ അത്ര ലുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെല്ലാവരും അഭിപ്രായങ്ങളും മാനിച്ചിട്ട് നമ്മളെന്താക്കി അതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു പച്ച കളർ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2:30 ആയിട്ടോ. പുല്ലൊക്കെ എൻ്റെ മേത്തൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ബസ് കയറി. 3 മണിയായി ബസ് കയറിയപ്പോൾ തന്നെ. അങ്ങനെ 3 മണിക്ക് ബസ് കയറി. അങ്ങനെ മുട്ടിൽ പോയി ഇറങ്ങി. മുട്ടിലല്ല ഇറങ്ങിയ, കുറച്ച് താഴെയാട്ടോ ഇറങ്ങിയത്. അവിടെ ഇറങ്ങിയിട്ട് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു. തലക്കടിച്ചും കൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം കുറച്ച് വെള്ളം കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്തൊക്കെ ഫ്രിഡ്ജ് തുറന്ന് നോക്കി എന്താണ് ഇപ്പോൾ ഉള്ളത് എന്ന് കേട്ടോ. അപ്പോൾ നമ്മളെ എന്തായിരുന്നു പറയുക, വെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നാറി സർബത്ത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുപ്പിയിലാക്കിയിട്ട് ഇന്നലെ കലക്കി വെച്ചതായിരുന്നു. പിന്നെ ദിവമോളും അമ്മയും നല്ല ഉറക്കമാണ്. ദിവമോൾക്ക് ഇന്ന് 1:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നോമ്പ് തുടങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ മെല്ലെ വന്ന് ഫ്രിഡ്ജിൽ എന്തൊക്കെയാണുള്ളത് നോക്കി. പിന്നെ നമ്മൾ വെള്ളം എടുത്തു. അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ അവിടെ വീണു പോയി കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടും എനിക്ക് മതിയാവുന്നേ ഇല്ല കേട്ടോ. അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. കാരണം നല്ലോണം വെയിൽ കൊണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ വാടി തളർന്നു പോകും. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. കുറച്ച് നേരം അതുപോലെ തന്നെ നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കൊണ്ടുപോകുന്നില്ല, ക്ലാസ്സിലേക്ക് ഫുഡൊന്നും കൊണ്ടുപോകാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എത്രയും പെട്ടെന്നൊന്ന് ചോറ് കഴിച്ചാൽ മതി എന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സൊന്നും മാറ്റാതെയാണ് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചത്. അതിന് മുമ്പ് നമ്മളെ ഹെയറൊക്കെ ഒന്ന് ഞാൻ മുടി കെട്ടിയതൊക്കെ ഒന്ന് ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കമ്മലൊക്കെ ഊരി വെച്ചു. എന്നിട്ട് ഞാൻ ഇൻ ചെയ്തതൊക്കെ ഷർട്ടൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് എന്നിട്ട് കുറച്ച് സ്വസ്ഥതയോടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അടുക്കളയിൽ പോയി എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് കറീൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 2 പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് ഈ ഒരു വത്തക്ക ഉണ്ടായിരുന്നു, മഞ്ഞവത്തക്കയാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചപ്പോൾ ഭയങ്കര ആശ്വാസമായിട്ട് കുറച്ച് തണുപ്പുള്ളിലേക്ക് ചെന്നപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ വെയിൽ കൊണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. ഇപ്പോഴാണെങ്കിൽ ഫേസൊന്നും ഞാനിപ്പോൾ ശ്രദ്ധിക്കാറേ ഇല്ല, ഒന്നും തേക്കാറില്ല. എന്താ പറയണ്ടേ എനിക്കറിയില്ല. ഫേസ് ഒന്നും ഞാൻ നോക്കാറില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉറങ്ങിയടിച്ച് ചായ കുടിച്ചു കേട്ടോ. ദിവമോൾ ഇതാ ചായ കുടിക്കുന്നു. എന്താ ടൊമാറ്റോ മുറുക്ക്. കോളി അതാ കുക്കർ വെച്ചു. എന്താ മുരിങ്ങ പോയാ ഗൈസ്, നമ്മൾ നല്ല ഉറങ്ങിയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഉറങ്ങി എണീച്ചിട്ട് ചായ കുടിക്കാൻ പോവാണ്.
എന്താ ടൊമാറ്റോ മുട്ട. കുറച്ച് പാത്രമൊക്കെ കേൾക്കണ്ട, അപ്പോൾ പാത്രം കേക്കിയിട്ട് വരാം ഗായ്സ്. പിന്നെ ഇവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട് കാണാം. പാത്രമൊക്കെ നമ്മൾ കേക്ക് വെച്ചു കേട്ടോ. സാമ്പാറിനുള്ള സാമ്പാർ കഷ്ണം അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ കപ്പയാണെന്ന് തോന്നുന്നു കേട്ടോ. കപ്പയാണെന്ന് തോന്നുന്നു. കുക്കറിൽ കപ്പയാണോ കടലയാണോ എന്നറിയില്ല. ഇതുണ്ട്. പിന്നെ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ യു.